ജീവിതത്തിൽ മാറ്റങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വ്യത്യസ്തത വരുമ്പോൾ അതിനെ അംഗീകരിക്കാത്ത കുറെ ആളുകളുണ്ട്. ജീവിതത്തിൽ മാറ്റങ്ങളെ അംഗീകരിക്കാത്തവർ നിത്യ ദുഃഖിതരായിരിക്കും എന്ന് പറയാം. ജീവിതം എന്ന് പറഞ്ഞാൽ എപ്പോഴും മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ പ്രകൃതി തന്നെ മാറി മറിഞ്ഞിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ജീവിതം, ഇപ്പൊ നമ്മുടെ ശാരീരിക ഘടന നോക്കെ, നമ്മൾ ചെറുപ്പത്തിൽ വളർന്നു, പിന്നെ ഒരു നിശ്ചിത പ്രായത്തിൽ മറ്റൊരു കോലത്തിലായി, പിന്നെ അങ്ങനെ വാർദ്ധക്യം വരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ജീവിതം എന്ന് പറഞ്ഞാൽ മാറ്റങ്ങൾ മാത്രമാണ്. ഈ മാറ്റങ്ങളെ അംഗീകരിക്കാൻ തയ്യാറില്ലാത്ത ആളുകൾ ജീവിതത്തിൽ നിത്യ ദുഃഖിതരായിരിക്കും. അപ്പൊ ഹാപ്പിനെസ് കിട്ടണമെങ്കിൽ, സന്തോഷം കിട്ടണമെങ്കിൽ എന്ത് വേണം? ജീവിതത്തിൽ മാറ്റങ്ങളെ അംഗീകരിക്കണം. അത് നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നിന്നാണെങ്കിലും, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് പോയിടത്തുനിന്നാണെങ്കിലും, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നൊരു കുട്ടിയാണെങ്കിലും, മറ്റേതൊരാളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടുകയാണെങ്കിലും എന്തിലും മാറ്റങ്ങൾ ഉണ്ടാകും. നമുക്കൊന്നും ഒരുപോലെ ആവാൻ കഴിയില്ല. ഒരു വ്യക്തിയുടെ സ്വഭാവം പോലും എന്നും ഒരുപോലെ ആവില്ല എന്നുള്ളതാണ്. സാഹചര്യത്തിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ പ്രത്യേക ക്ലൈമറ്റിനനുസരിച്ചിട്ട് അടക്കം മനുഷ്യന്റെ സ്വഭാവങ്ങൾ അടക്കം മാറുന്നുണ്ട്. പക്ഷേ ചില ആളുകൾക്ക് അതൊന്നും പറഞ്ഞാൽ അങ്ങോട്ട് മനസ്സിലാവില്ല. അവർക്ക് അവൾ അങ്ങനെ തന്നെ ആവണം, അവൻ അങ്ങനെ തന്നെ ആവണം എന്നുള്ളൊരു പിടിവാശിയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പല ആളുകളോട് ഇടപഴകുന്ന സമയത്ത് നമുക്ക് കൂടുതൽ സംസാരിക്കുവാനോ അതല്ലെങ്കിൽ ഒന്നിച്ചൊരു യാത്ര ചെയ്യുവാൻ പോലും നമുക്ക് ഭയമാണ്, അതല്ലെങ്കിൽ വല്ലാത്ത അസ്വസ്ഥതയാണ്. അപ്പൊ ഈ വോയിസ് കേൾക്കുന്ന ഓരോരുത്തരും മനസ്സിലാവുക, ജീവിതം എന്ന് പറയുന്നത് മാറ്റങ്ങൾ മാത്രമാണ്. മാറ്റങ്ങളില്ലാത്തൊരു ജീവിതമില്ല. അതേ ഇപ്പൊ നമ്മളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഭക്ഷണം കുറച്ച് കഴിയുമ്പോഴേക്കും അത് മറ്റൊരവസ്ഥയിലേക്ക് മാറിപ്പോവാണ് അല്ലെ. നമ്മൾ ഇഷ്ടപ്പെട്ട ഭക്ഷണമാണെന്ന് വിചാരിച്ചിട്ട് എന്നും ഒരുപോലെ അത് വയറ്റിൽ കിടക്കുന്നുണ്ടാ? ഇല്ല. അപ്പൊ ഈ ഒരു താളം, ജീവിതത്തിന്റെ ഈ ഒരു താളം നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നുവെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് അസ്വസ്ഥതകൾ കുറഞ്ഞു കിട്ടും. പലപ്പോഴും പല ആളുകൾ പ്രണയിക്കുന്ന സമയത്ത് അതേ ജീവിതമാണ് തന്റെ ദാമ്പത്യത്തിലേക്ക് കടന്നു വന്നാൽ കിട്ടുക എന്ന് വിചാരിക്കും. കുഞ്ഞുമക്കളെ ഒരിക്കലും കിട്ടൂല. ആണിനോടും പെണ്ണിനോടും കൂടിയിട്ടാണ് പറയുന്നത്. മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. കാരണം അന്ന് പ്രണയമാണ്, രണ്ടുപേരും രണ്ടുപേരുടെ വീട്ടിലാണ്. എപ്പോഴെങ്കിലൊക്കെ ഒന്ന് കാണുമ്പോ അതൊരു വല്ലാത്തൊരു കൂടിച്ചേരലാണ്. പിന്നെ വിവാഹം കഴിഞ്ഞിട്ട് രണ്ടുപേരും ഈ മോന്ത കണ്ടിട്ട് തന്നെ ജീവിക്കുന്നത്. അപ്പൊ എന്തുണ്ടാവൂല? ആ പഴയ രീതിയിലുള്ള ഒരു അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ആ പഴയ ഒരു കെയറിങ്ങോ അംഗീകാരമൊന്നും ഉണ്ടാവൂല. അത് സ്നേഹമില്ലായിട്ടൊന്നും അല്ല, അത് അങ്ങനെയാണ്. അതിന്റെ മാറ്റം അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഒരു ഫുഡ് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് രണ്ടാമതൊരു വട്ടം നിങ്ങൾ എങ്ങനെ കഴിച്ചാലും ആദ്യത്തെ ആ ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ഇഷ്ടം കിട്ടില്ല. അപ്പൊ ഞാൻ ചുരുക്കി പറഞ്ഞാൽ, ജീവിതം എന്നുള്ള യാത്രയിൽ നമുക്ക് അസ്വസ്ഥതകൾ കുറയാന്, സമാധാനം കൂടാന്, സന്തോഷം ലഭിക്കണമെങ്കിൽ മാറ്റങ്ങളെ, ചേഞ്ചിനെ അംഗീകരിച്ചുകൊണ്ടിരിക്കണം. അതില്ലാതെ എല്ലാം ഞാൻ ഈ വരച്ച വരയിൽ നിൽക്കണം, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ആവാൻ പാടുള്ളൂ, ഞാൻ അന്ന് പറഞ്ഞതല്ലേ നിന്നോട് അങ്ങനെ ചെയ്യാവൂ, അന്ന് പറഞ്ഞത് അന്ന്, ഇന്നൊരു പക്ഷെ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ആ മാറ്റങ്ങളെ അംഗീകരിക്കുന്നില്ല എങ്കിൽ നിത്യ ദുഃഖിതരായിരിക്കും. മാറ്റങ്ങളെ അംഗീകരിക്കുന്നുവെങ്കിൽ വലിയ ഭാരമാണ് നമ്മളിൽ നിന്ന് ഒഴിവായി പോവുക. എന്തോ ഒരു വലിയ ഭാരം നമ്മളിൽ നിന്ന് ഒഴിവായൊരു സുഖമായിരിക്കും മാറ്റങ്ങളെ അംഗീകരിക്കുമ്പോൾ. ഓക്കെ. അപ്പൊ ആ ഒരു സീക്രട്ട് മനസ്സിലാക്കിയിട്ട് ജീവിതത്തിന്റെ ഉടനീളം നമ്മളെ കുറിച്ചൊന്ന് മനസ്സിലാക്കി. ഓക്കെ, നമ്മൾ തന്നെ എത്ര മാറിയിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടങ്ങള്, നമ്മുടെ ശാരീരിക ഘടന അല്ലെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥ, ഇതൊക്കെ എത്ര മാറിയിട്ടുണ്ട്. പിന്നെ മറ്റുള്ളവർ മാറാൻ പാടില്ല, അവരൊന്നും അങ്ങനെ തന്നെ ആവണം എന്ന് വിചാരിച്ചാൽ എവിടെ നടക്കാനാ? ഒരു കുട്ടി വളർന്നു വരുമ്പോ എന്ന് പറഞ്ഞ് പിന്നാലെ നടക്കുന്ന കുട്ടിയായിരിക്കും. പക്ഷെ കുട്ടിയുടെ വളർച്ച ഘട്ടങ്ങളിൽ കുട്ടിക്ക് കുറച്ച് കഴിയുമ്പോൾ ഉമ്മയിൽ നിന്നൊന്നും മാറി അവര് ഫ്രണ്ട്സുകളായിരിക്കും, കൂട്ടുകാരികളായിരിക്കും. പിന്നെ പഠന ലോകത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ അങ്ങനെ പോകും. പിന്നെ കൗമാരം ആ ഒരു അവസ്ഥയൊക്കെ ആവുമ്പോൾ ഓപ്പോസിറ്റ് സെക്സിനോടുള്ള താല്പര്യമായിരിക്കും. അവരങ്ങനെ മാറി മാറി പോകും. അതൊന്നുമില്ലാതെ എന്നും ഉമ്മയുടെ വാലാട്ടി നടക്കുന്ന, ഉമ്മയുടെ കൂടെ കിടക്കുന്ന, ഉമ്മയെ തന്നെ വേണം അല്ലെങ്കിൽ ഉപ്പയെ തന്നെ വേണം എന്ന് പറയുന്ന മക്കളാണെങ്കിൽ ആ മക്കളുടെ ഭാവി നശിച്ചു പോകും. അവർക്ക് സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയില്ല, അവർക്ക് സമൂഹത്തിൽ സ്ഥാനങ്ങൾ ഉണ്ടാവില്ല, അവർക്ക് അവരുടെ മുന്നിൽ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ വരുമ്പോൾ അതിന് തരണം ചെയ്യാൻ കഴിയില്ല. അപ്പൊ മാറ്റങ്ങളെ അംഗീകരിക്കുന്ന ഒരു മനസ്സ് നമുക്ക് വേണം, നമ്മുടെ കൂടെ ഉള്ളവർക്ക് വേണം. മാത്രമല്ല നമ്മുടെ മക്കളൊക്കെ ജീവിതത്തിന്റെ വലിയ താളങ്ങളിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് അവരിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ കാണണം. അതല്ലാതെ വിവാഹം കഴിച്ചിട്ട് പോലും ഉമ്മ ഉമ്മ എന്ന് പറഞ്ഞ് 24 മണിക്കൂർ വിളിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ ദാമ്പത്യം തകരും. കാരണം ഭർത്താവിന് ഫ്രീ ആയിട്ട് സ്വതന്ത്രമായിട്ട് ഭാര്യയെ കിട്ടൂല, ഭർത്താവിന് വെറുപ്പ് വരും. എത്രയോ കേസ് ക്ലിനിക്കിൽ അങ്ങനെ വരുന്നുണ്ട്. സാറേ, എനിക്ക് എന്റെ ഭാര്യ ഒന്നും ഫ്രീ ആയിട്ട് തള്ള തരുന്നില്ല, തള്ളാന്നൊക്കെ പറയാം.
അവളുടെ ഉമ്മ എന്ന് പോലും പറയില്ല. വളരെ മോശമായിട്ടുള്ള ഭാഷ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് പറയാം. കാരണം അത്രയും അവൻ്റെ ഉള്ളിൽ അസ്വസ്ഥതകൾ ഉണ്ടായിരിക്കും, വിഷമുണ്ടായിരിക്കും, വെറുപ്പുണ്ടായിരിക്കും, അസ്വസ്ഥതകൾ കൂട്ടി കൂട്ടി വെക്കുകയാണ് അതൊക്കെ. അപ്പൊ അത് ഉമ്മമാരും മനസ്സിലാക്കുക. വിവാഹം കഴിയുമ്പോൾ അത് എന്റെ മോൾ തന്നെയാണ്, പക്ഷെ അവൾ മറ്റൊരു ലോകത്തേക്ക് മാറുകയാണ്, ചേഞ്ച് ആവുകയാണ്. ആ മാറ്റത്തെ അംഗീകരിക്കാൻ തയ്യാറാവണം ആര്? ഉമ്മമാര്. ഇനി കൊണ്ടുപോകുന്ന ഭർത്താക്കന്മാരും ഒന്ന് മനസ്സിലാക്കണം, ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചതുപോലെ അല്ല. എൻ്റെ അടുത്ത് എൻ്റെ കൂടെ ഒരു ഇണ ഉണ്ടാവുമ്പോ, ഭാര്യ ഉണ്ടാവുമ്പോ എനിക്ക് ഇഷ്ടമുള്ള പോലെ നടക്കാൻ പറ്റൂല. കുറച്ചൊക്കെ എന്ത് വേണം, അവളോട് കാര്യങ്ങളൊക്കെ പറയണം, കുറെ കാര്യങ്ങളൊക്കെ അറിയിച്ചിരിക്കണം. അതുപോലെ തന്നെ വീട്ടിലേക്ക് എപ്പോഴും ഇഷ്ടമുള്ള പോലെ ലേറ്റ് ആയിട്ട് വരുന്ന സ്വഭാവം ഇനി പറ്റൂല. എനിക്കൊരു കുട്ടീനൊരു ആളുണ്ട്, അവള് കാത്തിരിക്കുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അതിനൊക്കെ ഒരു കൃത്യത വേണം എന്നുള്ള ഒരു ചേഞ്ചിലേക്ക് ഭർത്താവ് വരണം. അപ്പൊ ചുരുക്കി പറഞ്ഞ ഇങ്ങനെ ഓരോ മേഖലയിലൂടെയും ഓരോ ചേഞ്ച് ഇങ്ങനെ നമ്മൾ അംഗീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആർക്കും പരസ്പരം ഭാരം ഉണ്ടാവില്ല. അതല്ലെങ്കിലോ മഹാഭാരമായിരിക്കും. മഹാഭാരതല്ല, മഹാഭാരം. ആരാ ഭാരം ചുമക്കാൻ ഇഷ്ടപ്പെടുക? ഒരാളും ഇഷ്ടപ്പെടില്ല. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരുടെയും ജീവിതത്തിന്റെ സന്തോഷവും സമാധാനവും ശാന്തിയും ലഭിക്കുന്നതിലേക്ക് ചെറിയൊരു ഭാഗമാവട്ടെ എന്ന് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടു കൂടി റസാൻ നിസാം.